ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെത്തുന്ന സ്ഥാനത്ത് യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ ഈ ഖൊയറിന് ദൈവം അനുഗ്രഹിക്കട്ടെ. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ട് പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. 34 മാസമായി റഷ്യ നടക്കുന്നു, ഉക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്നു. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നോളെ. ഫെബ്രുവരി 22 ആകുമ്പോൾ 3 വർഷം തികയും. ഷുഗർ രോഗിയുടെ മുറിവ് പോലെ ഇത് പോകുന്നു വരുന്നു. അന്തിമ ദിനം ഇസ്രയേലിനെ ആക്രമിക്കുവാൻ. അതിനാസ്പദമായി ഇസ്രയേലിന് 1ാമത്തെ വീഴ്ചയുണ്ടായി. അത് ഒക്ടോബർ 7 നടന്നു. 1ാമത്തെ സംഭവം നടന്നു. അവൻ്റെ ആദ്യത്തെ പരിപാടി താളം തെറ്റിക്കഴിഞ്ഞു. ആ താളം തെറ്റിയതാണ് ഇസ്രയേലിൻ്റെ അയൺ ഡോം തകർന്നു. അയൺ ഡോമിനെ കടത്തി വെട്ടിക്കൊണ്ട് എവിടുന്ന് മിസൈലുകൾ വന്നു? ഹമാസിൻ്റെയും സിറിയയുടെയും മണ്ണിൽ നിന്ന്, ഇറാൻ്റെ മേളിൽ നിന്നും വന്നു. ലോകം വിശ്വസിച്ചിരുന്നു ഇസ്രയേൽ സുരക്ഷിതം. പക്ഷേ അവൻ്റെ നിലവിളി ഉയരുവാൻ തുടങ്ങി. എന്തായണ്ടു? ഇന്ന് രാത്രി ഇത് സയൻസാ. കുറച്ച് കഴിഞ്ഞ കുഞ്ഞുങ്ങൾ വചനം വായിച്ചിരണം. അയൺ ഡോം അമേരിക്ക ഇസ്രയേൽ സംയുക്ത സംരംഭമാണ് അയൺ ഡോം. 35,000 കോടിയ ഏറ്റവും വലിയ അയൺ ഡോമിൻ്റെ പ്രത്യേകത. അമേരിക്ക ഇസ്രയേലും ഇത് ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാവരും കേൾക്കണം. അയൺ ഡോമിന് 5 ഭാഗമുണ്ട്. പത്രത്തിനകത്തും ടി വിക്കകത്തും അയൺ ഡോം മിസൈലിനെ അടിച്ചിട്ടു. അതിപ്പോൾ ബൈബിളിൽ തെളിച്ചു തരാം. 1 ഇൻ്റർസെപ്റ്റർ, 2 ഇലക്ട്രാ റഡാർ, 3 ബാറ്റിൽ മാനേജ്മെൻറ്റ് കമ്പോണൻറ്റ് സിസ്റ്റം, 4 ലാൻഡിംഗ് യൂണിറ്റ്, 5 ബാറ്ററി. ഇത് അയൺ ഡോം. എല്ലാവരും കേൾക്കണം ബൈബിൾ സയൻസും. ഇൻ്റർസെപ്റ്റർ ഒരു ക്യാമറ അയൺ ഡോമിനകത്ത് കാണും. ആ ക്യാമറ ദൂരെ നിന്ന് മിസൈൽ വരുമ്പോൾ ഇലക്ട്രാ റഡാറിനോട് പറയും ഇസ്രയേൽ മുഴുവൻ സൈറൺ മുഴക്കാൻ. അന്നേരം ആ പെങ്കൊച്ചുങ്ങൾ എല്ലാം കൂടെ ബങ്കറിനകത്ത് ഓടുന്നു, സൈറൺ മുഴക്കുന്നു. ഇലക്ട്രാ റഡാർ ഇത് കൊടുക്കുന്നത്. ബാറ്റിൽ മാനേജ്മെൻറ്റ് കമ്പോണൻറ്റിനോട് പറയും ചേട്ടാ അവിടുന്ന് മിസൈൽ വരുന്നുണ്ട്, ചാർജിങ് യൂണിറ്റ് റെഡിയാക്കാൻ. ബാറ്ററി ആ സമയത്ത് പവർ സപ്ലൈയോ തുടക്കും. നിങ്ങളുടെ മൊബൈൽ ബട്ടൺ ഞെക്കുമ്പോൾ ലൈറ്റ് തെളിയുന്നത് പോലെ ഒറ്റ പോക്ക് അവിടുന്ന് വരുന്ന ക്യാമറ ഇലക്ട്രാ റഡാർ കാണിച്ചു കൊടുക്കുന്നത് ഇതുവഴി വരുന്നു. ലാൻഡിംഗ് യൂണിറ്റിനകത്ത് നമ്മൾ ഈ മെസ്സേജ് പോകുന്നത് പോലെ ഒറ്റപ്പോക്ക്. 2 ആകാശത്തിൻ്റെ മണ്ഡലത്തിൽ വെച്ച് ഏറ്റുമുട്ടും. ഇസ്രയേലിൻ്റെ മണ്ണിനകത്ത് ഒരു മിസൈലും വരാതെ ഇസ്രയേലിനെ കാത്തതിൻ്റെ പേരാ ഇലക്ട്രാ റഡാർ, BMC, ലാൻഡിംഗ് യൂണിറ്റ്, ബാറ്ററി. ദ ടോട്ടൽ കമ്പോണൻ്റ് ഈസ് സെയിങ്. അതിൻ്റെ പേര് അയൺ ഡോം. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നു ഒരു 4 എണ്ണം ഞങ്ങൾക്കൂടെ തന്നാൽ കൊള്ളാമെന്ന്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ്റെ ചൈനയുടെയും ബോർഡറിൽ കൊണ്ടുവെക്കാനാണ്. അവിടെ നിന്നെങ്ങാനും വെടിയോ പടക്കോ വന്ന അന്തരീക്ഷത്തിട്ട് മുട്ടാനാണ്. സ്വോത്രം. പക്ഷേ ഇസ്രയേൽ പറഞ്ഞ് തരത്തില്ല. ഇത് അമേരിക്ക ഇസ്രയേൽ ജോയിൻറ്റ് വെഞ്ചറാണ്. അമേരിക്ക ഒപ്പിടാങ്കി മോഡി സാറിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അബുദാബിക്കാരന് ചോദിച്ചെന്ന് പറഞ്ഞ് 4 എണ്ണം തരാൻ. അക്കരെ നാട്ടിൽ നിന്ന് വരുന്ന മിസൈലിനെ മണ്ടക്കിട്ട് അടിച്ചിടാൻ. അതിൻ്റെ മലയാളമുണ്ട്, അതും പറഞ്ഞുതരാം. പാണ്ഡവ കൗരവ യുദ്ധം. അന്ന് ആഗ്നേയാസ്ത്രവും ബ്രഹ്മാസ്ത്രവും പഴയ കഥയാണ്. അതിനകത്ത് ആകാശത്തിൽ വെച്ച് ആഗ്നേയാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രത്തെ തകർത്തു. അടുത്തത് സദാം ഹുസൈൻ ഇറാഖിൽ നിന്ന് കുവൈറ്റിലോട്ട് മിസൈൽ അടിച്ചു. ആ മിസൈൽ കുവൈറ്റിൽ കിടന്ന കപ്പൽ, അമേരിക്കയുടെ കപ്പൽ ആകാശത്ത് വെച്ച് അടിച്ചു കളഞ്ഞ. അതിൻ്റെ പേര് സ്കഡ് മിസൈൽ. അന്ന് പത്രം വായിച്ചവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. മലയാളം കൂടെ പറയാം. ഇന്നിപ്പോൾ പിള്ളേരെല്ലാം ക്രിക്കറ്റ് കളി. പണ്ട് വോളിബാൾ കണ്ട അച്ചായന്മാരും അമ്മമാരും ഒക്കെ കാണും. ഇപ്പോൾ അതുണ്ടോയെന്നും അറിയത്തില്ല. സ്വോത്രം. പണ്ട് ഞങ്ങളുടെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ട വോളിബാളാണ്. സ്വോത്രം. ഒരുവൻ പന്ത് ഇങ്ങോട്ടടിക്കുമ്പോൾ നെറ്റിൻ്റെ അപ്പുറത്ത് നിന്ന് മറ്റവൻ തിരിച്ച് അവൻ്റെ തലയ്ക്കോട്ടിട്ട് കൊടുക്കും. അത്രയും ഓർത്താൽ മതി. സ്വോത്രം. അതിൻ്റെ പേരാ ഈ അയൺ ഡോം. വളരെ ക്ലിയറായി. കോർട്ടിനകത്ത് പന്ത് വീഴാതെ ഇങ്ങോട്ട് വരുന്ന പന്തിന് 3 ചെറുക്കന്മാർ കാട്ടാക്കട കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് കൈ ഉയർത്തി ഒറ്റയടി ഇങ്ങോട്ട് വരുന്നതിന്. സ്വോത്രം. സെയിം സിസ്റ്റം. ഇത്രയും പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെ തീർന്നു അയൺ ഡോം. ഒക്ടോബർ 7. ഇന്ന് വരെ ഇസ്രയേൽ ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ചത് ആരടി വന്നാലും ഞങ്ങൾക്ക് അയൺ ഡോമുണ്ട്. അതുവരെ തകർന്നു. ബൈബിളിനകത്തുണ്ടോ ഇങ്ങനൊരു സംവിധാനം ഇസ്രയേലിനുണ്ടാകും? ഇസ്രയേൽ നിലവിളിക്കാൻ പോകുന്നു. വായിക്കാം. യെശയ്യാ പ്രവചനം 31:5. കുഞ്ഞു വായിച്ചിട്ടുണ്ടോ? യെശയ്യാ പ്രവചനം 31:5 വാക്യം. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. ഇതുവരെ അവൻ അതിനെ കാത്തു രക്ഷിക്കും. മതി. ഇന്ന് വരെ ഇസ്രയേലിനെ കാത്ത് അവർ യേശുവിൽ വിശ്വാസമുള്ളവരല്ല. അവർ പഴയ നിയമത്തിന്റെ തോറ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് വരെ യഹൂദ ലോകരാജ്യങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു പേടിയില്ല, ഞങ്ങൾക്ക് അയൺ ഡോം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈരാലും മൂടിയിരിക്കുന്ന ദൈവമക്കൾ കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി അയൺ ഡോമിനെ കടത്തി വെട്ടിക്കൊണ്ട് 3000 ഡ്രോണുകൾ ജെറുസലേമിനകത്തും യഹൂദയ്ക്കകത്തും ടെൽ അവീവിലും ഇറങ്ങിയെങ്കിൽ, അയൺ ഡോം തകർന്നു തുടങ്ങിയെങ്കിൽ
ഇസ്രയേലിന്റെ നിലവിളി ആരംഭിക്കുവാൻ കാലമായി. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് ഇറാനിനകത്ത് നിന്ന് അനേക ഡ്രോണുകൾ ഇസ്രയേലിനകത്ത് ഇറങ്ങുന്നു. യമനിനകത്ത് നിന്ന് പറയുന്നെങ്കിൽ നീ ഇതെല്ലാം തകർന്നു തുടങ്ങിയെങ്കിൽ ഇസ്രയേലിന്റെ നിലവിളി ഇവിടെ വരാൻ പോകുന്നു. ഇന്നലെ രാത്രി ഞാനൊരു കാര്യം പറഞ്ഞു. 673 കിലോമീറ്റർ ജെറുസലേം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് 1967 ആര് പിടിച്ചെടുത്തു? ഇസ്രയേൽ പിടിച്ചെടുത്തു. ഇപ്പോൾ ട്രംപ് രണ്ടാമത് വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിൻപിൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു. യെരുശലേമിനെ പ്രതികരിച്ച് ചില കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇനി യെരുശലേമിനെ പ്രതികരിച്ച് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഇസ്രയേൽ അന്തിമ യുദ്ധത്തിൻ്റെ പാതയിലേക്ക് വായിക്കാം മക്കള്. യെരുശലേമ എന്നിയത്തെ പ്രശ്നം. ഹമാസ് കഴിഞ്ഞു, ലെബനോൻ കഴിഞ്ഞു, സിറിയ തീരുന്നു, യമനെ അടിച്ചൊതുക്കുന്നു, ഇറാന്റെ നേതാക്കളെ കൊന്നു കഴിഞ്ഞു. സകലതും ഇസ്രയേൽ കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പുറത്ത് റഷ്യ മേധാവിയാകുമ്പോൾ യെരുശലേം ഒരന്താരാഷ്ട്ര വിഷയമായി ലോകത്തിൽ വരാൻ പോകുന്നു. നാളെ രാത്രി അതിലേക്ക് അന്നാളിൽ ജെറുസലേം ഭാരമുള്ളൊരു കല്ലാകും. അതിനെതിരെ ജാതികൾ വിരോധമായി കൂടി വരും. റഷ്യയുടെ നേതൃത്വത്തിൽ അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. യെരുശലേം നിലവിളിക്കാൻ പോകുന്നു. ഒരു വാക്യം മത്തായി 21:37 വായിച്ചാട്ട് മക്കളെ. യെരൂശലേമേ, 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 പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, നിന്റെ അടുക്കൽ അയച്ചവരെയും കല്ലെറിയുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ചു കാക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കരമുയർത്തുന്നവർക്കായി അതിനാസ്പദമായി ഇന്ന് 4 പേർ ഒരുമിക്കുന്ന കാഴ്ച. ഇന്നത്തെ ഇസ്രയേലിന്റെ ചെറുപ്പക്കാരൻ എലോൺ മസ്ക് കേരളത്തിൽ വരാൻ പോകുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അവന്റെ മാള് വരാൻ പോകുന്നത്. അതിന്റെ പേരാ ഏറ്റവും നിർണായകമായ വാൾമാർട്ട്. മോഡി സാർ കൊണ്ടുവരാൻ പോവുക. തിരുവനന്തപുരത്ത് ലൂലു ഒക്കെ വീട്ടിൽ പോയിരുന്ന് കഞ്ഞി കുടിക്കും. എലോൺ മസ്കിന്റെ വാൾമാർട്ട് വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തീർന്നില്ല. ചർച്ചക്കോടിലെ ഒരു ദൈവദാസന് ഇസ്രയേലിന്റെ അംബാസഡറായിട്ട് ട്രംപ് ഇപ്പോഴേ നോമിനേറ്റ് ചെയ്തെങ്കിൽ പിന്നിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒക്കുമ്പോൾ യെരുശലേമിനകത്ത് ചില കാര്യങ്ങൾ വരാൻ പോകുന്നു. 1 ഒരു ദേവാലയം, 2 3 ലോകമകായിത്ത്. ഇത് രണ്ടും വരുവാൻ ഇന്നത്തെ വഴികൾ ഒരുങ്ങുന്നുവെങ്കിൽ താമസമിനോ അറബ് ലോകിന്റെ ആക്രമണം യെരുശലേമിലേക്ക് വരാൻ പോകുന്നു. ഇസ്രയേൽ ജനം നിലവിളിക്കാൻ പോകുന്നു. അതാ ഞങ്ങളുടെ യേശു പറഞ്ഞു, യെരുശലേമേ, യെരുശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ചു കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായി, നിനക്കോ മനസ്സായില്ല. അന്നാളിൽ ജെറുസലേമിനെ ഭാരമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും. അതിനെതിരെ ജാതികൾ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. നാളെ രാത്രി അതിലേക്ക് കടക്കാം. എന്നാൽ അതിനു മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. എന്തുകൊണ്ട് ഈ യുദ്ധം നടക്കുന്നില്ല? ഈ വാക്യം എല്ലാവരും മനസ്സിലാക്കണം. ഈ യുദ്ധം നടക്കണമെങ്കിൽ ചില കാര്യം ഇവിടെ നടക്കണം. വായിക്കാം മക്കളെ. എസെക്കിയേൽ പ്രവചനം 21, 26, 27 വാക്യങ്ങൾ. കുഞ്ഞു യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞ് അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അവിടെ ഒന്ന് നിൽക്കട്ടെ, ബ്രേക്ക്. ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. കുഞ്ഞുങ്ങൾ അതല്ലേ പാടുന്ന, ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. ഇയ്യോബ് 34:24 വീട്ടിൽ ചെല്ലണം. അവൻ ബലശാലികള് സിംഹാസനത്തിൽ നിന്ന് മാറ്റി ബോധിച്ചവരെ അതിനകത്തിരുത്തും. ഇന്നത്തെ ഉലകത്തിലെ ഭരണം എല്ലാവരും കേട്ടാട്ടെ. ആരാ ഉലകത്തിലെ ഭരണം? ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി സാർ. എങ്കിൽ നിന്ന് വന്നു? എവിടാ? ഗുജറാത്തിലെ തട്ടുകടയിൽ ഓടുന്ന ട്രെയിനകത്ത് ചായ ഒഴിച്ചു കൊടുത്തിരുന്ന ഒരു മോഡിജി ഇന്ന് ഇന്ത്യയുടെ 3ാമത്തെ പ്രധാനമന്ത്രി. മിണ്ടുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എവിടുന്ന് വന്നു? മനസ്സിലാക്കണം. കണ്ണൂരിലെ ചെത്തുതൊഴിലാളി കുടുംബം കഴിഞ്ഞ ആഴ്ച ശ്രീകണ്ഠാപുരത്തായിരുന്നു. അവിടെ മൊത്തവും തീയ സമുദായത്തിൻ്റെ കേന്ദ്രമാണ്. അവിടുന്ന് ചെത്തുതൊഴിലാളി കുടുംബത്തിൽ 10 മക്കളിൽ ഒരാൾ സഖാവ് പിണറായി വിജയൻ 3.5 കോടി ജനത്തെ ഭരിക്കുന്നു. പക്കത്തിൽ തമിഴ്നാടിരിക്കുന്നു. മുന്നാടി മുതലമച്ചർ യാർ അയ്യാ ഡിയ അണ്ണാടിയങ്ക ടി പോട്ട പനീർ സെൽവം വന്ന് മുന്നാടി തമിഴ്നാടിൻ മുതലമച്ചർ. മനസ്സിലാകുന്നവർക്കായി. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു മോളെ? PSCയുടെ പരീക്ഷ വരും ചായ എനിക്ക് മേടിച്ചിരുന്നു. സ്വോത്രം. അദ്ദേഹത്തിൻ്റെ പേര് രാംനാഥ് കോവിന്ദ്. അദ്ദേഹം ഒരു അധികൃത കുടിലിൽ നിന്ന് വന്നതാണ്. ഇന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആര്? എവിടെ അറിയാനാ? മൊബൈലിട്ട് മാന്തിക്കൊണ്ടിരിക്കുമല്ലോ. സ്വോത്രം. അവരുടെ പേരാ ദ്രൗപദി മുർമു. എവിടുന്നാ വന്ന്? കോട്ടൂരിലെ ആദിവാസി കുടുംബത്തിൽ വന്ന ഒരു അമ്മാമ. അതുപോലെ ഒരു അമ്മാമ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു. സ്വോത്രം. താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും.
അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു? ബരാക് ഒബാമ. എവിടുന്ന് വന്നെന്നറിയാമോ? ഒരു കറുത്ത വർഗ്ഗക്കാരൻ കൃഷി ചെയ്യാമെന്ന അപ്പച്ചൻ്റെ മകൻ കറുത്തവ അമേരിക്കയുടെ പ്രസിഡൻ്റായി. ബ്രിട്ടനിലെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ഇന്ത്യയെ ഭരിച്ച ബ്രിട്ടൻ അവിടുത്തെ പ്രസിഡന്റ് ഇന്ത്യക്കാരൊരു ഞാഞ്ഞൂൽ ഋഷി സുനക്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് ഇന്ത്യയുടെ ബ്രിട്ടനിലെ ഋഷി സുനക്. എൻ്റെ ശോഭൻദാസ് ഭാഷ ഇവ ഒരു ടൈം കൂടി ഇരുന്നതിന് ഇവ ഇസ്രയേലിനെതിരെ പാലം വലിക്കാൻ നോക്കി. സ്വോത്രം. അപ്പം ദൈവം വിചാരിച്ച് ശൗലിൻ്റെ കസേര മാറ്റി ദാവീദിനെ ആക്കിയോലാക്കി. ഇപ്പം ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി കെയ്മർ, അവൻ്റെ ഭാര്യ ഒരു യഹൂദ സ്ത്രീ. അർത്ഥം അമ്മമ്മ പറയുന്ന പോലെല്ലാം അച്ഛൻ കേൾക്കത്തുള്ളൂ, ഇല്ലേ കൊടി ഉയർത്തും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ടാണ് ഋഷി സുനക് മാറ്റി ഇന്നത്തെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി കെയ്മർ. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇതുകൂടെ കേട്ടിട്ട് പെന്തിക്കോസുകാർ എഴുന്നേൽക്കാവൂ. കോട്ടയത്തു നിന്നൊരു നാരായണൻ ചേട്ടൻ ഉണ്ടായിരുന്നു, KR നാരായണൻ. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. ഉഴവൂർക്കാരൻ. ആരായി? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് നമ്മുടെ നാരായണൻ ചേട്ടൻ. നാരായണൻ ചേട്ടൻ്റെ കഥ പറയുമ്പോൾ പെന്തിക്കോസുകാർ മനസ്സിലാക്കണം. എല്ലാവരും ഒരു കഥ കേൾക്കണം. ഇന്ന് പറഞ്ഞുതരാം. നാരായണൻ ചേട്ടൻ ഉഴവൂരിൽ സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടിയിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പട്ടിണിയാണ്. ഒരു പാവപ്പെട്ട അധകൃത കുടുംബത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ കൂടിരിക്കുന്ന ബാബു എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു, ക്രിസ്ത്യാനി കുടുംബത്തിലെ. അവൻ നല്ല ആഹാരവും കഴിക്കും. എന്നും അവൻ ക്ലാസ്സിൽ വന്ന് അവൻ്റെ വീട്ടിനെ പറ്റി പറയും. എൻ്റെ വീട് ഇതാ, കാറുണ്ട്, സൗകര്യമുണ്ട്. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ KR നാരായണൻ ചേട്ടൻ്റെ ഉള്ളിൽ ഒരു ദാഹം. ഈ വീടൊന്ന് പോയി കാണണം. കുടിലിൽ കിടക്കുന്ന മനുഷ്യനല്ലയോ. ഒരു ദിവസം KR നാരായണൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ബാബുവിനോട് പറഞ്ഞു, ബാബു ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരണ്ടേ? അപ്പം പറഞ്ഞ് വരരുത്, എൻ്റെ പപ്പായും മമ്മിയുണ്ട്, അപ്പനും അമ്മയുണ്ട്. ഞായറാഴ്ച അവർ പള്ളിയിൽ പോകുമ്പോൾ വരാമെങ്കിൽ ഞാൻ കാണിക്കാം. പാവം നാരായണൻ ചേട്ടൻ വീട്ടിൽ ചെന്ന് ഞായറാഴ്ച നല്ല വീട്, നല്ല സൗകര്യം, കുടിക്കാൻ വെള്ളം കൊടുത്തു. ഇറങ്ങി വന്നപ്പം 2 കൂട്ടിനകത്ത് പട്ടികൾ കിടക്കുക. എല്ലാവരും കേൾക്കണം. പട്ടിയുടെ മുമ്പിൽ ചിക്കൻ വറുത്തതും ബീഫും ചോറും എല്ലാം ഇരിക്കുന്നു. അത് കണ്ടിട്ട് വെള്ളവും കുടിച്ചിട്ട് നാരായണൻ ചേട്ടൻ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ഇൻസ്പെക്ഷന് ഒരാൾ വന്ന് എയ്യോ ഓരോ കുഞ്ഞുങ്ങളെ എഴുന്നേറ്റു. ഇന്നത്തെ കണക്ക് ആധാറില്ല. കുഞ്ഞിനാരാവണം? ചിലർ പറയും അധ്യാപകരാവണം, ചിലർ പറയും വക്കീലാവും, ചിലർ പറയും പോലീസായി കൊള്ളാം. KR നാരായണൻ എഴുന്നേൽപ്പിച്ചപ്പോൾ KR നാരായണനോട് എഡ്യൂക്കേഷൻ ഓഫീസർ വെച്ച് നാരായണൻ ആരാവണം? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബാബുവിൻ്റെ വീട്ടിലെ കൂട്ടിലെ പട്ടിയാവണം. പെന്തിക്കോസുകാരെല്ലാം കേൾക്കാനാണ് ഇത് പറഞ്ഞത്. സ്വോത്രം. അവിടെ അറ്റൻഡൻസ് എടുപ്പ് നിർത്തി. ഈ KR നാരായണനെ ഓഫീസ് റൂമിൽ കൊണ്ടുപോയി. അവർ ചോദിച്ചൊരു കാര്യമുണ്ട്, നാരായണൻ എന്താ അങ്ങനെ പറഞ്ഞ് ബാബുവിൻ്റെ വീട്ടിലെ കൂട്ടിലെ പട്ടിയാവാൻ? KR നാരായണൻ വയറ് കാണിച്ചിട്ട് പറഞ്ഞു, 4 ദിവസമായി ഞാൻ നല്ല ഭക്ഷണം കഴിച്ചിട്ട്, എനിക്ക് എൻജിനീയറും ഡോക്ടറും ആവണ്ട, ബാബുവിൻ്റെ വീട്ടിലെ കൂട്ടിലെ പട്ടിക്ക് നല്ല ബീഫും ചിക്കനും ചോറും കിട്ടുന്നു. കരമുയർത്തുന്നവർക്കായി. അവിടെ വെച്ച ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകാർ മിസ്റ്റർ നാരായണനെ പഠിപ്പിച്ചു. അദ്ദേഹം ആഫ്രിക്കയിൽ അംബാസഡറായി. അന്ന് ആര് പറഞ്ഞ? ആഫ്രിക്കയിലെ ഗവൺമെൻറ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നാരായണനെ പ്രസിഡൻ്റ് ആക്കിയാൽ നന്നായിരിക്കും. അങ്ങനെ ഇന്ദിരാജി KR നാരായണൻ പ്രസിഡൻ്റ് ആക്കിയ. പെന്തിക്കോസുകാരെ ഇറങ്ങി തിരിച്ചപ്പോൾ എന്തോ ഉണ്ടായിരുന്നു? കര ഉയരുന്നില്ലല്ലോ. നല്ല ഉടുപ്പുണ്ടായിരുന്നോ അച്ചായ? നല്ല മൊബൈലുണ്ടായിരുന്നോ? നല്ല വീടുണ്ടായിരുന്നോ? കാറുണ്ടായിരുന്നോ? സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ആ നാരായണൻ പറഞ്ഞതുപോലെ ഒരു കാലത്ത് നമുക്ക് നല്ല ആഹാരം ഉണ്ടായിരുന്നോ? ചിക്കൻ ഉണ്ടായിരുന്നോ? മട്ടൻ ഉണ്ടായിരുന്നോ? ഇന്ന് അൽബകാമും കുഴിമന്തി കാട്ടാക്കടയിൽ നിന്ന് നെയ്യാറ്റിൻകര വിസ്മയെ തിന്നുമ്പോൾ ഓർക്കണം, നിന്റെ കഴിവല്ല, കർത്താവ് കാണിച്ച കരുണയാ കരമുയരുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് പെന്തിക്കോസുകാരോട് പറയുക, കരമടിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നല്ലൊരു വീട് കിട്ടിയത് കർത്താവിൻ്റെ കൃപയാണ്. നല്ലൊരാഹാരം കിട്ടിയത് കർത്താവിൻ്റെ കൃപയാണ്. നല്ലൊരു ഉടുപ്പ് കിട്ടിയത് കർത്താവിൻ്റെ കൃപയാണ്. നല്ലൊരു വാഹനം കിട്ടിയത് കർത്താവിൻ്റെ കൃപയാണ്. ഇവിടെ ഇരിക്കുന്ന സൗണ്ട്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടായിരിക്കുന്ന ഷിബു ബ്രദർ, എല്ലാവരും കേൾക്കണം. ആദ്യമായിട്ട് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ 18 കൊല്ലം മുമ്പ് കിടക്കാൻ സ്ഥലമില്ല. എല്ലാവരും കേൾക്കണം. ജോസ് ഭാഷൻ കേൾക്കണം. എല്ലാവരും കേൾക്കണം. ദൈവദാസന്മാർ, ലോകപ്രസിദ്ധനെന്നല്ല, 18 കൊല്ലം മുമ്പ് ഷിബുവും ഞാനും കിടക്കാൻ ഒരിടത്ത് സ്ഥലമില്ലാഞ്ഞ് സ്റ്റേജിൽ പ്രസംഗിക്കുന്നിടത്ത് ഞാനും ഈ സൗണ്ട് ഓപ്പറേറ്റർ ഷിബുവും കൂടെ ഒരു പായി കിടന്നതാണ്. സന്തോഷമില്ലല്ലോ? സുവിശേഷ പ്രവർത്തനം മിണ്ടുന്നില്ലല്ലോ. ഇതായിരിക്കുന്നു. കഴിഞ്ഞ രാത്രി ഇറങ്ങിയപ്പോഴേ എനിക്ക് വ്യക്തമായിട്ട്, എനിക്കിപ്പോൾ ഈ പെൻഡ്രൈവ് അത്രയും ക്ലിയർ അല്ല. സ്വോത്രം. അതുകൊണ്ട് ഇറങ്ങിയപ്പോഴേ ഷിബുവിനെ കണ്ടത്. 18 വർഷം മുമ്പ് ഒറ്റശേഖരമംഗലത്ത്. അന്ന് നല്ല വണ്ടിയില്ല, കാശില്ല, കിടക്കാൻ വീടില്ല. സുവിശേഷ യോഗ അച്ചായ കേൾക്കണം. യോഗം കഴിഞ്ഞിട്ട് മറപ്പരെ കുളിച്ചിട്ട് ഞങ്ങൾ 2 സ്റ്റേജ് കടന്നു. സ്വോത്രം. സന്തോഷമില്ലല്ലോ?
ദൈവത്തെ മറക്കുന്ന പെന്തിക്കോസുകാരെ ഇന്ന് രാത്രി മടങ്ങി വരണം. കുവൈറ്റ് യുദ്ധത്തിനകത്ത് എല്ലാവർക്കും അറിയാം, മിണ്ടുന്നില്ലല്ലോ. നല്ല ചിക്കൻ നിന്ന് പരോട്ടയും തിന്ന് എല്ലാം തിന്നതാ. കഴിഞ്ഞ ദിവസം സ്വോത്രം IPCയുടെ UAE റീജിയൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. സ്വോത്രം വിൽസൺ ജോസഫ് പാസ്റ്റർ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു 5 ദിവസം എനിക്കുള്ളു പാസ്റ്റർ, 4 ദിവസം മതി ഒന്ന് വരണമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായിപ്പോയി. സ്വോത്രം ശോഭൻ ദാസ് പാസ്റ്റർ ഇന്ന് വരെ കയറാത്ത വണ്ടി കയറാൻ ദൈവം കൃപ തന്നു. അയ്യോ എൻ്റെ കഴിവമെടുക്കുമല്ല ചായ, അയ്യോ ഡോക്ടറേറ്റ് ഒന്നുമല്ല, 2 ബിരുദത്തിൻ്റെ അല്ല, ഈ പുസ്തകം എടുത്ത എൻ്റെ കരുണയാണ്. സ്വോത്രം സന്തോഷമില്ലല്ലോ. സ്വോത്രം 1200 പേർ ഷാർജ വർഷിപ്പ് സെൻറ്ററിൽ പ്രസംഗത്തിന് വന്നു. സ്വോത്രം അവർ പോലും പേടിച്ചു. സകല CSI മർത്തോമക്കാരും. അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ CSIയിൽ അച്ഛൻ പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം ആരാണ്ട് ചെന്ന് അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞ് മിണ്ടി പോകരുത്, അദ്ദേഹം എൻ്റെ ഞങ്ങളുടെ അടുത്ത ആളാണ്, പഴയ CSIയുടെ പ്രസംഗേന, ഞാൻ ഇനി പ്രാർത്ഥിച്ചിട്ട് വേണം എന്നെ മുടക്കാൻ, ഞാൻ ഡയറക്റ്റ് പ്രസംഗം കേൾക്കാൻ പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നതാണ്. സ്വോത്രം അവിടുത്തെ IPCക്കാർ ഞെട്ടിപ്പോയി. CSIയിൽ അച്ഛൻ പെന്തിക്കോസുകാരെ പ്രസംഗം കേൾക്കാൻ വന്നു. സ്വോത്രം പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട്. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ രാത്രി ഞാൻ തിരിച്ചു പോയപ്പോൾ ഞാനും മറന്നിരുന്നതാ. ഷിബു ബ്രദർ പറഞ്ഞ കാര്യം ഞാൻ ഓട്ട്. കാറ്റും മഴയും വാനുമില്ല. ഒരു സ്റ്റേജിനകത്ത് കിടന്ന് പ്രസംഗിക്കാൻ ദൈവം ഇടയാക്കി. അവിടെ നിന്ന് എവിടം വരെ പോയി പ്രസംഗിക്കാൻ ദൈവം ഇടയാക്കി. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല. ലാൻഡ് റോവർ എന്ന് പറയുന്ന വണ്ടി ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ശോഭൻ ദാസ് പാസ്റ്ററെ ചായ കുടിച്ചല്ല, അതിനകത്ത് കയറിയെങ്കിലും യാത്ര ചെയ്യാൻ ദൈവം ഇടയാക്കിയല്ലോ. സ്വോത്രം ദൈവത്തിൻ്റെ കരുണ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയാം, ഏത് നിലയിൽ ചെന്നാലും വന്ന വഴി മറക്കരുത്. അമ്മാമേ, എടുക്കാൻ നല്ലൊരു സാരി, ഉടുക്കാൻ നല്ല വസ്ത്രം. പണ്ടാശാരി പറഞ്ഞതുപോലെ സാരി മറച്ചു കെട്ടിയ സ്റ്റേജിനകത്ത് പ്രസംഗം നടത്തിയത്. സ്വോത്രം ഇന്ന് മക്കൾ അതുകൊണ്ട് സ്വർഗസുഖം അനുഭവിക്കുന്നു. സ്വോത്രം അതുകൊണ്ട് നമ്മൾ ആരെയും വിമർശിക്കുമല്ല. ആ നാരായണൻ്റെ ഒറ്റ നിലവിളി അവിടുത്തെ ക്രൈസ്തവ ഗോളം, അവിടുത്തെ സെൻറ്റ് മേരീസ് ഉഴവുകാരനെ കേട്ടാ പഠിപ്പിച്ചിറക്കിയത്. നല്ല വീട് കിട്ടിയാൽ, നല്ല വസ്ത്രം കിട്ടിയാൽ, നല്ലൊരു വാഹനം കിട്ടിയില്ലെങ്കിലും കയറുമ്പോഴും ഒന്ന് സ്വോത്രം ചെയ്തേക്കണം. കർത്താവിൻ്റെ കൃപയാ. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇന്ത്യയുടെ പ്രസിഡൻ്റായി KR നാരായണൻ മാറി. ദാണ്ട് അവൻ താഴ്ന്നവനെ ഉയർത്തും, ഉയർന്നവനെ താഴ്ത്തും. അടുത്തത് വരാൻ പോകുന്ന 3rd വേൾഡ് വാർ. മോട് വായിച്ചാട്ടെ അടുത്ത വാക്ക്. ഞാനതിന് ഉന്മൂലനാശം. അതാ 1ാം ലോകമഹായുദ്ധം. ഈ കുഞ്ഞ് വായിക്കുന്ന എല്ലാവരും കേൾക്കണം. 1914 മുതൽ 19 വരെ 1ാം ലോകമഹായുദ്ധം, ഉന്മൂലനാശം. അടുത്തത് 2ാം ലോകമഹായുദ്ധം 39-45. മോളവിടെ നിൽക്കട്ടെ, ഇതെല്ലാവരും കേൾക്കണം. 1ാം ലോകമഹായുദ്ധം നടന്നപ്പോൾ ഇനി വേടി വേണ്ട ഒരു സംഘടന വന്നു, അതിൻ്റെ പേരാ ലീഗ് ഓഫ് നേഷൻസ്. 2ാം ലോകമഹായുദ്ധം നടന്നു, ഇന്നൊരു സംഘടന വന്നു, അതിൻ്റെ പേരാ യുണൈറ്റഡ് നേഷൻസ് അഥവാ ഐക്യരാഷ്ട്ര സംഘടന. അന്തോണീസ് ഗുട്ടറാസ്. ഇനി വരാൻ പോകുന്നു. അടുത്തതൂടെ വായിച്ചിട്ട് മോള്. ഉന്മൂലനാശം. അതിന്റെ പേരാ 3ാം ലോകമഹായുദ്ധം. അത് കഴിയുമ്പോൾ ദൈവദാസന്മാർ കണ്ടാട്ടെ, ഏക ലോക ഭരണം വരാറായി. 10 കൊമ്പ് 7 തലയും കൊമ്പുകളിൽ 10 രാജമുടി ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം വരാൻ കാലമായി. 1ാം ലോകമഹായുദ്ധം ലീഗ് ഓഫ് നേഷൻസ്, 2ാം ലോകമഹായുദ്ധം യുണൈറ്റഡ് നേഷൻസ്, 3ാം ലോകമഹായുദ്ധം എതിർ ക്രിസ്തു. മനസ്സിലാകുന്നവർക്കായി അതവിടെ വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നു. അതാ ഞങ്ങളുടെ പ്രസംഗം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. അതിനവകാശമുള്ളവൻ വരുവോളം, അതിനവകാശമുള്ളവൻ വരുവോളം കരമുയർത്തുന്നവർക്കായി ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ, തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുന്ന പോലെ ചിറകിൻ കീഴ് ചേർക്കുവാൻ എന്റെ കാന്തൻ വരാറായി. കള്ളിമൂട്, കിളിയൂര്, ചെമ്പൂര്, വെള്ളറടെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അവസാന ഭാഗത്തിലേക്ക്. ഇന്ന് രാത്രി എത്ര പ്രസംഗം കേട്ടു? ഇതുവരെയെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ? സ്വോത്രം. ഇവിടെ തന്നെ വെള്ളറോട്ട് എത്രയോ സ്ഥലങ്ങളിൽ എത്ര പ്രസംഗങ്ങൾ പ്രസംഗിച്ചു. മക്കളെ, ഇന്ന് രാത്രി ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഒരുവൽ കൂടി ഞങ്ങൾ ബുദ്ധി ഉപദേശിക്കുന്നു. ടൈറ്റാനിക് കപ്പലെ സ്തോത്രം 1910 ഏപ്രിൽ മാസം 10-ാം തീയതിയായി യാത്രയായത്. എല്ലാവരും കേൾക്കണം, കഥയും കൂടെ നോട്ട് ചെയ്താട്ട്. 357 നീളം, 92 ഉയരം, 57 വീതി, ഈ 50,000 ഹോഴ്സ് പവർ എൻജിൻ, വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. എല്ലാവരും കേൾക്കണം.
പെരിയ കന്യാത്ര 1910 ഏപ്രിൽ 10 രാവിലെ പോവുക. 2224 കിലോമീറ്റർ ന്യൂയോർക്ക്. സതാംപ്ടൺ ലണ്ടനിൽ നിന്ന് യാത്രയാണ്. ആട്ടം പാട്ട് ഇതെല്ലാം. 4-ാം ദിവസം ആയപ്പോൾ മഞ്ഞുമല. നമ്മുടെ കാറിനകത്ത് ഗ്ലാസ് കാണുന്നത്. ക്യാപ്റ്റനോട് കൂടെ ഉള്ളവർ പറഞ്ഞു, സാറേ മഞ്ഞുമല. അപ്പം ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ പറ്റത്തില്ല. ടൈറ്റാൻ, പലരും സിനിമ കണ്ടതാ, ഇപ്പം മിണ്ടണ്ട. ടൈറ്റാൻ്റെ അടിയിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, കപ്പലിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ടൈറ്റാൻ. അതിൻ്റെ പേരാ രാക്ഷസൻ. അതിൻ്റെ അടിയിൽ ഇംഗ്ലീഷ് വേറെ എഴുതിയിട്ടുണ്ട് പലക്. ദിസ് ഷിപ്പ് നെവർ ഡിസ്ട്രോയ്, ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. സ്വോത്രം. പിന്നെ ആ നല്ല വെള്ളറടയുടെ തോമാച്ചായി സ്വോത്രം. പിന്നെ ആ അമ്പൂരിയിൽ അവറാച്ച നീ എല്ലാം വീഴാൻ പോവുക. സ്വോത്രം. ക്യാപ്റ്റനോട് പലരും പറയും, സാറേ സാറേ മഞ്ഞുമല. ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇത് തറക്കത്തില്ല. 4-ാം ദിവസം ഏപ്രിൽ 14-ാം തീയതി ഉച്ച സമയത്ത് ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയിലിടിച്ചു. ടൈറ്റാനും പോയി, നെവർ ഡിസ്ട്രോയും പോയി. പ്രസംഗം അതല്ല. മുന്നറിയിപ്പുകളെ അവഗണിച്ച് നിന്റെ ജീവിതം മുൻപോട്ട് പോയാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് മകനെ മകളെ നീ തകർന്നു പോകും. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് കാൽവറിയിലേക്ക് മടങ്ങി വാ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. അതും തീർന്നില്ല. അതിനകത്ത് ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് കഥ എഴുതാം. അതിനകത്തൊരു ഇംഗ്ലീഷുകാരനുണ്ടായിരുന്നു. അവൻ ഉച്ചയ്ക്ക് 4-ാം ദിവസം ഭക്ഷണം കഴിക്കാൻ മെസ്സിനകത്ത് വന്നു. മെസ്സിനകത്ത് വന്നപ്പോഴാണ് ഒരു സംഭവം നടന്നത്. കപ്പൽ പടപട പൊളിയാൻ തുടങ്ങുന്നു. അവൻ്റെ ബെഡിൻ്റെ അടി, ഇന്നത്തെ ATM കാർഡല്ല, $2 ലക്ഷം ഇരിക്കുക. അവൻ ആലോചിച്ചു, ഇപ്പോൾ ഓടിപ്പോയാൽ ഡോളർ എടുക്കാം. അവൻ്റെ ഉള്ളിൽ ആരാണ്ട് പറഞ്ഞു, തിരിച്ച് നിനക്ക് മേളിൽ കയറാൻ കഴിയത്തില്ല, ഉപ്പുവെള്ളത്തിൽ പോവും. അവൻ്റെ ആ മുമ്പിൽ എന്തായാലും ശുഭലാൽ പാസ് വണ്ടി കൊടുത്തതിനായി നന്ദിയോടെ സ്വോത്രം. സന്തോഷമില്ല. ஆதிவாட்டு இது ஞான் தமிழ்நாட்டை பிரசங்க நாள்களில் உலகத்தின் முடிவும் கடைசி கால செய்திகளும் பேசுகிறதுக்கு இந்த அருமையான வாகனத்தை நாம் பேசி இருக்குது. சந்தோஷம் இல்லைல்ல? சோத்திரம். ഈ വണ്ടി വെച്ച് ഒരു തമിഴ് പാട്ട് പാടി ആരാണ്ട് റെക്കോർഡ് ചെയ്ത് സ്വോത്രം. രാജാവും മാളികയിൽ 2 ലക്ഷം പേര് കണ്ട്. ചായ എനിക്ക് കിട്ടിയില്ല സ്വോത്രം. അറിയുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു സ്വോത്രം. എനിക്ക് അന്ന് ജയദാസായിരുന്നെന്ന് തോന്നുന്നു തമിഴ്നാട്ടിൽ. ഞങ്ങളൊരു നല്ല പാട്ട് പാടി ആരാണ്ട് ടൈറ്റിൽ കൊടുത്ത് വാഹനത്തുക്കുള്ളേ തമിഴ് പാടൽ പാടുന്നത് സ്വോത്രം. 2 ലക്ഷം പേര് കണ്ട് സ്വോത്രം. ഞാനൊരു പാട്ടുകാരനും അല്ല. ഇതിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വണ്ടി കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്നേഹിതനാണ് ചങ്കവള ശുഭലാൽ പാസ്. പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ, ദൈവത്തിന് സ്വോത്രം. ഇവരെല്ലാവരും നമ്മുടെ ആൾക്കാരാണ്. ഷിബു ഇട്ടിരിക്കുന്ന കാശ് കൊടുക്കണ്ട, ശുഭലാൽ പാസ് കൊടുക്കണ്ട, എല്ലാവരെയും പ്രാർത്ഥിച്ചതാണ്. ശോഭൻ ദാസ് പാസ് സന്തോഷമില്ലല്ലോ സ്വോത്രം. പ്രാർത്ഥനയ്ക്കോ കാശ് തന്നില്ല, പിന്നെ ഇതിനും കൊടുക്കണ്ട സ്വോത്രം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു സ്വോത്രം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആ മെസ്സിനകത്ത് ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു സ്വോത്രം. അവൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു, നീ താഴെ പോയാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റത്തില്ല. പക്ഷേ ഈ ലൈഫ് ജാക്കറ്റ് എടുത്താൽ പണത്തെ നോക്കണ്ട, ഈ വെള്ളത്തിൽ ചാടിയ എവിടെങ്കിലും ഒരു ബോട്ട് കിട്ടും, നീ രക്ഷപ്പെടും. അമാന്തിച്ചില്ല. അവൻ പടപട ലൈഫ് ജാക്കറ്റ് എടുത്ത് അച്ചായമ്മാമൻ ഒറ്റ ചാട്ടം. അതിനകത്ത് അവൻ യാത്രയായി. വഴിയിലൊരു വള്ളം കിട്ടി രക്ഷപ്പെട്ടു. ആ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു. അതിൻ്റെ അടിക്കുറിപ്പ് അവൻ എഴുതി വെച്ചേക്കുക. $2 ലക്ഷം വേണ്ടി ഞാൻ എൻ്റെ ഹല്ലേലൂയ 2ാം നിലയിൽ ബെഡിൻ്റെ അടിയിൽ തിരയാൻ പോയിരുന്നെങ്കിൽ ആകെ അറ്റ്ലാന്റിക്കിലെ ഉപ്പുവെള്ളത്തിൽ മഞ്ഞുകട്ടയ്ക്കടുത്ത് ഞാൻ ഉറച്ചേന്. പക്ഷേ എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഈ രാലുമൂടിനോട് പറയാനുണ്ട് ഒരു ലൈഫ് ജാക്കറ്റ്. അതിൻ്റെ പേര് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ഇതാ അവൻ വരാറാ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശു പോയതുപോലെ മടങ്ങി വരും. ഈ 3-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് അവകാശമുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി വചനം കേട്ട് ആർക്ക് മടങ്ങി വരാം? ഞാൻ ഇന്നലെ പറഞ്ഞു, ഇതൊരു പെന്തക്കോസിൻ്റെ പ്രസംഗമല്ല, ഇത് CSIയുടെ അല്ല, മർത്തോമയുടെ അല്ല, ഇവാഞ്ചലിക്കലിൻ്റെ അല്ല, നിന്നെ നിത്യതയിലെത്തിക്കുന്ന രക്ഷയുടെ സന്ദേശമാണ്. ഇത് നിങ്ങൾ അവഗണിക്കരുത്. വായിക്കാം മത്തായി 7, 13, 14 അവസാന ഭാഗങ്ങളിലേക്ക് വായിച്ചിട്ട്. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. കള്ളും കുടിച്ച് കഞ്ചാവ് കുടിച്ച് കറുത്തമുത്തും ചന്ദനമഴയും കണ്ട് നീ വീട്ടിൽ ഇരിക്കാച്ചായ കോവിഡിന്റെ മൂത്ത ചേട്ടൻ മങ്കി ബോക്സും വരാറായി. പ്രാർത്ഥിച്ചു, നിന്റെ കാര്യം റെഡിയാവാൻ പോവാ. സ്വോത്രം. അടുത്തത് വൈര്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ. നിത്യതയിലേക്ക് പോകുന്ന വാതിൽ. ഇടുക്കവും വഴി ഞെരുക്കവുമാ. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഈ കൺവെൻഷനെ നീ അത് കണ്ടെത്തണം. അതുകൊണ്ടാ ഈ വർഷം അവസാനം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയെ ഈ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കഷ്ടതയുടെ കണ്ണുനീരും
കയ്പിൻ്റെ കാടിയും കുടിച്ച് പട്ടിണി കുടിച്ച് കിടന്നാലും നല്ല വീടും വസ്ത്രവും കിട്ടിയില്ലെങ്കിലും അന്ത്യം വരെ വിളിക്കൊത്ത് നാഥൻ്റെ മുഖത്തെ കണ്ട് ആരാധിപ്പാനുള്ള ദൈവകൃപ കിട്ടുക. ചങ്കൂറ്റത്തോടെ നിലവിളിക്കുന്ന ഒരു സമൂഹം കിളിയൂരും വെള്ളറുടെയും എഴുന്നേൽക്കട്ടെ. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. നിർത്താമാമ, ഈ കഥയും കൂടെ കേട്ടോ. അരുമയാനൊരു കഥ. നമ്മുടെ കിളിയൂർ തന്നെ പിടിക്കാം. കിളിയൂരുടെ റോഡിൽ നമ്മുടെ ഒരു അച്ചായനുണ്ടായിരുന്നു, നാടൻ ഭാഷ ചമൂലച്ചായൻ, അമ്മാമ്മ റോസമ്മാമ. മൂത്തവൻ നല്ല മനുഷ്യൻ, നല്ല പയ്യനായിരുന്നു. ഇളയവൻ്റെ പേര് കൊച്ചുമോൻ എന്നായിരുന്നു, നല്ല പയ്യനായിരുന്നു, സ്വോത്രം. പക്ഷേ അവന് കേരളക്കാരുമായിട്ട് കമ്പനി ഇല്ലായിരുന്നു. അവന് മാർത്താണ്ഡത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുള്ളവരുമായിട്ടായിരുന്നു ഭയങ്കര കമ്പനി. അവർ പറഞ്ഞ് കേരളത്തിലങ്ങ് രക്ഷയില്ല, നീ നിൻ്റെ സ്വത്തും മുതലും ഒക്കെ എഴുതി വിറ്റ് മാർത്താണ്ഡത്ത് വന്നാൽ വട്ടിക്ക് കൊടുത്താൽ നല്ല പണം കിട്ടുമെന്ന്. കൊച്ചു അപ്പനോട് പറഞ്ഞു, അപ്പോൾ ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിൽ ചെല്ലാം, ഈ സബ് രജിസ്ട്രാർ വഴി എനിക്ക് കാട്ടാക്കട വഴി ഗഗാൻ വഴി എല്ലാം പതിച്ചു തരണം. കൊച്ചുവൻ്റെ ഓഹരി തരണം. അപ്പനും വിചാരിച്ച് നീ എവിടെങ്കിലും പോയി, ഇപ്പോഴത്തെ അപ്പന്മാർ പറയുന്നില്ല നീ എവിടെങ്കിലും പൊക്കോളാം, സ്വോത്രം. കൊച്ചുവൻ ഓഹരി എല്ലാം മേടിച്ചു, യാത്രയായി. എവിടുന്നാ? നമ്മുടെ കിളിയൂരിൽ നിന്ന്, മാർത്താണ്ഡത്തിൽ നിന്ന് നല്ലൊരു ലോഡ്ജൊക്കെ കിട്ടി. വട്ടിപ്പലിശയ്ക്ക് ബ്ലേഡ് കമ്പനിയും കൊണ്ടു. വൈകിട്ട് പിന്നെ കറങ്കലിലോട്ട് പോകുന്ന ബാർ ഹോട്ടലിൽ കൂടിയൊക്കെ ആയിരുന്നു. കൊച്ചുവൻ്റെ പൈസ എല്ലാം ഞാൻ റോളിങ്ങിന് പൊക്കോണ്ടിരിക്കുക. അന്നേരം ഒരു കുഴപ്പം സംഭവിച്ചു, കോവിഡ് വന്ന്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്വോത്രം. വട്ടിക്ക് അവന് പുറത്തിറങ്ങാനും വയ്യ, മേടിച്ചോരോട്ട് കാശ് തിരിച്ചും കൊടുക്കത്തില്ല, സ്വോത്രം. കൊച്ചുവൻ്റെ കയ്യിൽ ATM പോയി കൈ കാശുമില്ല. കൂട്ടുകാർ പറഞ്ഞ് വട്ടിക്ക് പോയ പൈസ കിട്ടത്തില്ല, ഇപ്പം അടിക്കാനും കാശില്ല. കൂട്ടുകാർ പറഞ്ഞ് കറുങ്കല്ലോട്ട് പോകുന്നിടത്ത് ബേദലഗേം എഞ്ചിനീയറിംഗ് കോളേജ് പക്കത്തിൽ ഒരയ്യ വന്നിരിക്കുന്നത്, അരുമയാണ് ഒരു പന്നി ഫാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അവിടെ ഒരു വാലിബനെ വേണമെന്ന്. മനസ്സിലാകുന്നവർക്കായി ബേദലഗേം എഞ്ചിനീയറിംഗ് കോളേജ് പോകുന്ന വഴിക്ക് നല്ലൊരു പന്നി ഫാം സ്റ്റാർട്ടായിട്ടുണ്ട്. അവിടെ ഒരു തമിഴ്നാട്ടുകാരൻ അയ്യ പറഞ്ഞു ഒരു വാലിബനെ വേണമെന്ന്, നീ അവിടെ ചെന്നാൽ മതി. അപ്പോൾ ഇവന് വിശപ്പും ദാഹമില്ലയോ. കൊച്ചുമോൻ പറഞ്ഞു ഏത് ഫാമായാലും കുഴപ്പമില്ല, എനിക്ക് വല്ലതും തിന്നാൻ കിട്ടിയാൽ മതിയെന്ന്, സ്വോത്രം. കൊച്ചുമോൻ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ മാർത്താണ്ഡത്ത് ഇച്ചിരി ബിയറൊക്കെ അടിച്ച് നല്ല വെളുവളായിരുന്നതാണ്, സന്തോഷമുള്ളവരൊക്കെ சோத்திரம். அவனை நேரே பன்னிபாமை கொண்டு ஐயா பார்த்துருக்குது, யா அருமையான வாலிபன் வந்திருக்குது, நீ இங்கே உட்காரு, இங்கே படுக்கிறதுக்கு நல்லதான ரூம் இருக்குது, நல்ல சாப்பாடு கிடக்குது, சோத்திரம் எல்லாம் നിനക്ക് തരാമെന്ന് പറഞ്ഞു. സോദരം കൊച്ചുവൻ്റെ അടുത്ത് പറഞ്ഞ് പൊറോട്ട കൊണ്ടുവരാം, ചിക്കൻ കറി, മസാല ദോശ, പരിപ്പ് വട, ചായ. കൊച്ചുവനും വിചാരിച്ച് മാർത്താണ്ഡത്ത് പൈപ്പ് വെള്ളം കുടിക്കുന്നതിൽ നല്ല പന്നി ആന്നേലും വേണ്ടിയില്ല അവിടെ കിടക്കാമെന്ന്. സോത്രം. വഴിതെറ്റിപ്പോകുന്ന കൊച്ചുവന്മാരെല്ലാം പോകുന്നത് പന്നിയുടെ കൂട്ടത്തിലേക്കാണ്. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടുകൊണ്ടാൽ മതി. സോത്രം. അവിടെ ചെന്ന് ആദ്യമൊക്കെ ഫാമിൻ്റെ ഓണർ കൃത്യമായിട്ട് പന്നിയെ പിടിക്കാൻ, നമ്മുടെ കോഴിയെ പിടിക്കാൻ വരുന്നുള്ളൂ, കൃത്യമായിട്ടെല്ലാം കൊടുക്കുമായിരുന്നു. പന്നിയുടെ ഓണറിന് പിടികിട്ടി, ഇനി ഇവിടുന്ന് പോകത്തില്ല. 4 വരിയും കൂടെ താബൂക്ക് അങ്ങ് കെട്ടി ഒരു കമ്പി കയറ്റി വിട്ട് ജോസ് മാസ്റ്റർ യവൻ അകത്തുവായിപ്പോയി. സ്വോത്രം. അപ്പോൾ വല്ലപ്പോഴും വന്നുകൊണ്ടിരുന്ന പന്നിഫാം ഓണർ ഇപ്പോൾ 2 ആഴ്ച ഒരിക്കൽ വരും. കൊച്ചോൻ കൂപ്പിട്ടിരിക്കുന്നത്, അയ്യാ പസിക്കരുത് വല്ലതും തരാൻ. അയ്യാ പറഞ്ഞെങ്ക പുളിയരി ഇരിക്കുന്നത്, ഓക്കെ കാലിത്തീറ്റ ഇരിക്കുന്നത്, വാളവരെ ഇരിക്കുന്നത്. മനസ്സിലാക്കുന്ന ദൈവദാസന്മാർക്കായി സ്വോത്രം. നിനക്ക് ഇനി മസാല ദോശയും പരിപ്പോടെയൊന്നുമില്ല, ഓക്കെ കാലിത്തീറ്റ, പുളിയരി, വാളവര്. അപ്പൻ്റെ വീട്ട് വിട്ട് പോകുന്ന കൊച്ചുവന്മാരെല്ലാം ഇത് തിന്നാൻ പോവുക. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. കേട്ടോണം. സ്വോത്രം. അപ്പം അങ്ങനെ ഇരുന്ന് 1 വർഷമായി. ഇപ്പോൾ പോയത് ഒരു ഉടുപ്പും കൊണ്ടുപോവാ. നമ്മുടെ TPM-കാർ അവിടെ കണ്ട് നമ്മുടെ മാർത്താണ്ഡ കളിക്കാനുള്ള ഒരു കൺവെൻഷൻ അവർ பேசுகிறது, உலகத்தின் முடிவும் கடைசி கால செய்திகள். இந்த நாட்களில் அருமையான வேதம் சொல்கிறது, உலகத்தின் முடிவும் கடைசி கால செய்திகள். രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും ക്ഷാമം ഭൂകം മലകളും കടുതൂക്കലും ഇടിയാറായി. സുഹൃത്തെ ദൈവവചനം കേൾക്കാം. അപ്പോൾ ജയം കാളിൻ്റെ വാതൊക്കെ നിന്ന് അവൻ കേട്ടിട്ടുള്ളതാണ്. സ്വോത്രം. മൊട്ടച്ചലും കേട്ടിട്ടുണ്ട്. സ്വോത്രം. ചെമ്പൂര് സ്റ്റേഡിയത്തിൻ്റെ പുറയിലും കേട്ടിട്ടുണ്ട്. സ്വോത്രം. കള്ളിമൂടിലും കേട്ടതാ. അപ്പോൾ അവനകത്തൊരു ഓർമ്മ വന്ന് എന്തോ സംഭവിക്കാൻ പോവുക. സ്വോത്രം. അതിൻ്റെ പേരാ സുബോധം. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അവിടെ അച്ഛനും ചെന്നില്ല, പാസ്റ്ററും ചെന്നില്ല, ആര് തലയെ കറക്കാൻ പ്രവാചകനും ചെന്നില്ല. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അവൻ പെതിയെ എഴുന്നേറ്റ് ഇവിടം തീരാറായി. സ്വോത്രം. പന്നിയാടാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ സഭയിൽ പറയുന്നല്ലോ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒന്നുമല്ല, പുതിയ ഭാഷയായില്ലേ പിള്ളേർ. പന്നിയുടെ അടുത്ത് പറഞ്ഞ് ഗായ്സ് ഐ ആം ട്രാവലിംഗ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഒറ്റ ചാട്ടം, മതിൽ ചാട്ടം. സ്വോത്രം. ഏഷ്യാടി ചാടുന്നല്ലോ ഒരു ചാട്ടം. 1-ാമത്തെ ദിവസം അവൻ വന്നു ഒരു ഉടുപ്പ് മുണ്ടുമായിട്ട് മാർത്താണ്ഡ ചെക്ക് പോസ്റ്റിൽ കിടക്കുക. അവിടെ കിടന്നു. 2-ാമത്തെ ദിവസം കളിക്കാവള വരെ എത്തി. 3-ാം ദിവസമായപ്പോൾ വെള്ളറുടെ ബസ് സ്റ്റാൻഡിന് ഇപ്പുറത്ത് ലൈറ്റിൻ്റെ കീഴിൽ കിടക്കുക. അപ്പോൾ കിളിയൂരിലുള്ളൊരു അച്ചായി അതിലേ പോയപ്പോൾ ഇവൻ ചുരുണ്ട് കിടക്കുന്നു. അച്ചായൻ ചോദിച്ചാടാ ശമ്പൂലച്ചാൻ്റെ അവൻ കൊച്ചുമോനില്ലയോ നീ? അപ്പോൾ പറഞ്ഞു ഈ പരുവായല്ലോ എന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അച്ചാൻ രാവിലെ ഒരു ചായയും പരിപ്പോടെയും മേടിച്ചു. ഞങ്ങൾ പ്രസംഗിക്കാൻ പാസ് എനിക്ക് ചായ ഇരുന്നല്ലോ. ഇത് കിട്ടിയ എൻ്റെ ആവേശത്തെ ഇവൻ 5:30 ഒരു നടന്നു കിളിയൂരേക്ക്. 6:30 ആകാറായി. കിളിയൂരെത്താറായപ്പോൾ
റോഷമ്മ ശമുവേലച്ചാന് ചായ ഇട. ഇപ്പോൾ വീട്ടിനകത്ത് LED ആണല്ലോ, മനസ്സിലാകുന്നവർക്കായി. പരിശുദ്ധാത്മാവൊക്കെ എന്നേ പോയി, പുറത്ത് ക്യാമറ, അകത്ത് LED. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ക്യാമറ CC നോക്കിയപ്പോൾ കൊച്ചുമോൻ മുടിയൻ പെതിയെ നടന്നു വരുന്നു. സ്വോത്രം. അപ്പോൾ അമ്മാമ്മ അച്ചായനോട് പറഞ്ഞു, എൻ്റെ അച്ചായ വീതവും മേടിച്ച് തോട്ടവും വിറ്റ് വന്നാ പിന്നെയും വരുന്നത്. അച്ചായ പെട്ടെന്ന് വാഗണറുണ്ട്, നമുക്ക് നെയ്യാറിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, വീട് പൂട്ടാം. അപ്പം വിചാരിക്കുന്നവർക്കായി പന്തേം തേക്ക് മാറ്. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുന്ന കൊച്ചുമോനെ കണ്ടിട്ട് ഗേറ്റ് തുറന്നു കൊടുത്ത ഒരപ്പനെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്ര ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി താങ്കൾ ഒരു മദ്യപാനിയാണോ? കുടുംബജീവിതം തകർന്ന വ്യക്തിയാണോ? ആത്മഹത്യ കൊതിക്കുന്ന വ്യക്തിയാണോ? മുടിയൻ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞോളൂ, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനില്ല. നാളെ ചെമ്പൂര് മലയാളം നമ്മുടെ ഒട്ടുപാല് വരെ ഉണ്ടല്ലേ. അപ്പം പഴയ പുൽപ്പ എനിക്ക് തന്നാൽ മതി, കഞ്ഞിയും തന്നാൽ മതി, കടന്നോളാം. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നീ എൻ്റെ വീട്ടിൽ പോയപ്പോൾ തൊട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിനക്കിടാൻ നല്ല ബാറ്റയുടെ ചെരുപ്പും മേടിച്ചു. നാടൻ മലയാളം തട്ടാൻ തങ്കപ്പനെ കൊണ്ട് മോതിരം നിനക്ക് വേണ്ടി പണിഞ്ഞിരിക്കുക. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇതാ സുവിശേഷ പ്രസംഗം. വരുന്നവൻ്റെ നിറം നോക്കാതെ, കൊണം നോക്കാതെ, മണം നോക്കാതെ, ജാതി നോക്കാതെ, ഡോക്ടറേറ്റ് നോക്കാതെ മടങ്ങി വരുന്നവൻ്റെ ശരീരത്തിൽ കിടക്കുന്ന അച്ചായ അമ്മാമ്മ 1 വർഷമായി പന്നിയുടെ മൂത്രവും ചാണകമുള്ള ഡ്രസ്സ് അതുപോലെ നോക്കാതെ മാറോട് ചേർത്തണച്ച ഒരപ്പനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്ര യേശു ക്രിസ്തു. സ്വോത്രം. ഇതാ സൂചിയുടെ പ്രസംഗം. വെളിപ്പാടും അന്ത്യാലും അല്ല. പക്ഷെ അവനെ മണിയറയ്ക്കകത്ത് കൊണ്ടുപോയില്ല. അപ്പം പറഞ്ഞു, യവനെ ധരിപ്പിക്കാൻ ഒരു വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. തുടക്കം. ഒന്നാമത്തെ യാദം ഏദമിൻ്റെ പൂങ്കാവനത്തിനകത്ത് തൻ്റെ രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒരിക്കലത്തെ യാദം കാൽവറിയിൽ തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തിയെങ്കിൽ, അവൻ്റെ രക്തത്താൽ നാം കഴുകൽ പ്രാപിച്ചെങ്കിൽ, ആ വസ്ത്രമുള്ളവനെ മണിയറയിൽ കൊണ്ടുപോകാൻ എൻ്റെ കാന്തൻ വരാറായി. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി तांगल वीडनगतो रोडनगतो आज रात को इसी संदेश सुनने वाला भाइयों बहनों, आप लोग किधर भी जाने का नहीं, पगार नहीं जाने का, खर्चा करने का नहीं, जिधर बैठ के अपना परमेश्वर उनका बेटा यीशु मसीह को 2000 साल पहले अपना धरती में भेज दिया आपको अपना पाप का मृत्यु के लिए। दो चोर का बीच में वो मृत्यु हो गया, एक फगज ने एक चाकू अपना यीशु का पेट में मारा, उधर से 5.5 लीटर खून निकल गया, उसका खून से मेरे को सफाई करो। किसी भाई बहन आज रात को हाथ उठाएगा, बाबा मामा आपका हाथ आपका नाम जीव का किताब में डालेगा और जीव का किताब में डालने को फिर भी पकड़ने के लिए मेरा यीशु फिर भी आएगा। കരമുയർത്തുന്നവർക്കായി സ്തോത്രം. നിർത്താൻ പോവുക. പിറവത്ത് ഞാൻ ചെന്നു, ജോസ് പാസ്റ്റർ 2 ക്ലാസ് ആയിരുന്നു. സ്തോത്രം. അവിടെ ഇറങ്ങിയപ്പോൾ സമയം വൈകിപ്പോൾ 6:30 മുട്ടി ഞാൻ എത്തും. ഷൈന് വിട്ടിട്ടുണ്ടറിയാം. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ 6:40 പിന്നെ എങ്ങോട്ടും പോകാൻ സ്ഥലമില്ല. സ്റ്റേജിൻ്റെ പുറകെ പോയി പടപട ഉടുപ്പിട്ട് 2 ചായ. കടയിൽ ചെന്നപ്പോൾ മൊത്തം ഹിന്ദിക്കാർ. ഞാൻ അവിടുത്തെ കടക്കാരനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ എല്ലാം ഹിന്ദിക്കാരാണെന്നു. പാസ്റ്റർ അറിയത്തില്ലേ കേരളം ഹിന്ദി വാലയായെന്ന്. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അന്ന് പ്രസംഗത്തിൽ ഞാൻ ഹിന്ദി പ്രസംഗിച്ചു നല്ലതുപോലെ. യോഗം കഴിഞ്ഞ് പാട്ട് കഴിഞ്ഞപ്പോൾ 6 ഹിന്ദിക്കാർ വന്നിരിക്കുന്നു. അമാരേലിയെ കോൻ ബാത് കിയ, ഞങ്ങൾക്ക് വേണ്ടി ആരാ സംസാരിച്ചതെന്ന്. ഞാൻ പറഞ്ഞു അമ്മനെ ബാത് കിയ, ഞാനാ പറഞ്ഞത്. ഒരു ഹിന്ദിക്കാരൻ എൻ്റെ ഓടിക്കുക പഹലെ അം നോർത്ത് ഇന്ത്യ മേ താ, നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യ മേ കബി കബി ജാത്ത ഹൈ പർ ഭി അബ് കേരള വാലായ സ്വോത്രം. അപ്പം ഞാൻ പറഞ്ഞു കൽ ഭി മേ ഹേ തും ലോഗ് ആയേഗ. എല്ലാവർക്കും ഒരു പ്രൈസലോട് കൊടുത്ത് കിട്ടിയാലും നല്ല കാര്യമില്ലയോ. എനിക്കറിയാം അവന്മാർ പിറ്റേന്ന് വരുമെന്ന്. സ്വോത്രം. അവിടുത്തെ ദൈവദാസൻ പിറവൻകാരനായിരുന്നു. ഞാൻ പറഞ്ഞു എവിടുന്നെങ്കിലും ഹിന്ദി ബൈബിൾ വേണം. എറണാകുളത്ത് പലരെയും വിളിച്ചു. ഒരു ദൈവദാസനോട് പറഞ്ഞു 16 ബൈബിളുണ്ട് പാസ്റ്ററിൻ്റെ. പാവം പാസ്റ്റർ ബൈക്കിനകത്ത് കൊടുത്തുകൊണ്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ പിറ്റേന്ന് യോഗം കഴിഞ്ഞപ്പോൾ അവന്മാരെല്ലാം പുഴവക്കത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നതാണ്. 16 എണ്ണത്തിന് കിട്ടി 16 ബൈബിളും കൊടുത്ത് പരമേശ്വരക്ക ദുവാക്കാരനേതോ കർത്താവുങ്ങളെ അനുഗ്രഹിക്കട്ടെന്ന്. സ്വോത്രം. ഒരു ബൈബിളെങ്കിലും വായിച്ചില്ല. സ്വോത്രം. കള്ളിമൂടിൽ റബ്ബർ ടാപ്പിന് ഹിന്ദിക്കാരൻ വരുന്ന കാലം വിദൂരമല്ല. സ്വോത്രം. അതുകൊണ്ടാണ് ഹിന്ദി പറഞ്ഞ ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് മടങ്ങി വരുന്നവന് മാറോട് ചേർക്കുന്നവനാ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കള്ളിമൂടിനോട് വീട്ടിനകത്തോ റോഡിനകത്തോ സുഹൃത്തെ, താങ്കളൊരു മദ്യപാനിയായിരിക്കും, ജീവിതം തകർന്ന വ്യക്തിയായിരിക്കും, നാളെ ആത്മഹത്യക്ക് വേണ്ടി കാത്തിരിക്കും. അയ്യോ ഇന്ന് നീ മരിച്ചാൽ
നിന്റെ നിത്യത എവിടെ? നിന്റെ ഡോക്ടറേറ്റ് വേണ്ട, ഡിഗ്രി വേണ്ട, ഒരു വേട നോട്ട് കാശ് വേണ്ട. ഇന്ന് രാത്രി എവിടെങ്കിലും ഇരിക്കുന്നിടത്ത് ചങ്കത്ത് കൈവച്ച് യേശു എൻ്റെ രക്ഷകനെന്ന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കാൽവറിയിൽ പരമയാഗമായെന്നും അവൻ്റെ ചങ്കില ചോരയാൽ ഇന്ന് രാത്രി എൻ്റെ പാപങ്ങളെ ഒന്ന് മുറ്റും കഴുകി വെടിപ്പാക്കണമെന്ന് ആര് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമോ നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. അയണ്ടവും തകർന്നു കഴിഞ്ഞു. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന ദിവസം വിദൂരമല്ല. ഇന്ന് രാത്രി ഇത് അന്തിമദിനം ഇസ്രയേലിലെത്തുന്നു. നാളെ ആ ഭാഗത്തിലേക്ക് അന്തിമദിനം ഇസ്രയേലിൽ യുദ്ധം എത്തുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരെ ചേർക്കുവാൻ അവൻ വരാറായി. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും, ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.